നാളെ പാർലമെന്റിൽ നടക്കാൻ പോകുന്ന ആ വമ്പൻ നീക്കം എന്താണ്? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ഒരു ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ്. പ്രതിപക്ഷത്തിന് അധികം ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെയുള്ള ഒരു ഒന്നാം തരം രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. രാജ്യത്ത് വനിതാ സംവരണം ഉടനടി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 131 ഭരണഘടനാ ഭേദഗതി ബിൽ വ്യാഴാഴ്ച കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കും. അടുത്ത സെൻസസ് വരെ കാത്തിരിക്കാൻ സർക്കാർ ഇനി തയ്യാറല്ല. പകരം 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും വേഗത്തിൽ ഏർപ്പെടുത്താനാണ് പുതിയ നീക്കം. പുതിയ ബിൽ പ്രകാരം ലോക്സഭയിലും നിയമസഭകളിലും 1/3 സീറ്റ്, അതായത് 33% വനിതകൾക്കായി സംവരണം ചെയ്യും. ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വനിതകളും ഉൾപ്പെടും. ഇതോടെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുഖച്ഛായ തന്നെ മാറും. മണ്ഡല പുനർനിർണയം വരുന്നതോടെ ലോക്സഭയിലെ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 കുത്തനെ ഉയരും. ഇതിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് 815 സീറ്റും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 35 സീറ്റും ഉണ്ടാകും. മാറ്റങ്ങൾ വരുമ്പോൾ ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം 284 മാറും. റൊട്ടേഷൻ വ്യവസ്ഥയിൽ 15 വർഷത്തേക്കാണ് ഈ സംവരണം നൽകുക. മണ്ഡല പുനർനിർണയം കൃത്യമായി നടപ്പിലാക്കാൻ പ്രത്യേക കമ്മീഷനെയും ഉടൻ രൂപീകരിക്കും. എന്തുകൊണ്ടാണ് ഇതൊരു നിർണായക നീക്കമാകുന്നത് എന്ന് നോക്കാം. 2023 പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയം അനുസരിച്ച് 2027 സെൻസസിന് ശേഷം 2028 മണ്ഡല പുനർനിർണയം നടത്തി 2034 മാത്രമേ വനിതാ സംവരണം നടപ്പാക്കൂ എന്നായിരുന്നു വ്യവസ്ഥ. എല്ലാവരും 2034 പ്രതീക്ഷിച്ചിരുന്ന ആ വമ്പൻ മാറ്റമാണ് ഇപ്പോൾ ഒറ്റയടിക്ക് 2029 കേന്ദ്രം കൊണ്ടുവരുന്നത്. 3 ദിവസത്തെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഈ സുപ്രധാന ബിൽ അവതരിപ്പിക്കുന്നത്. ലോക്സഭയിൽ 18 മണിക്കൂറാണ് ഇതിനായി ചർച്ചയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയെ അഭിസംബോധന ചെയ്യും. രാജ്യസഭയിൽ 16 മണിക്കൂർ നീളുന്ന ചർച്ചയും നടക്കും. വനിതാ സംവരണത്തെ പരസ്യമായി എതിർക്കാൻ കഴിയില്ലെങ്കിലും പെട്ടെന്നുള്ള ഈ മണ്ഡല പുനർനിർണയത്തിൽ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വിയർക്കുക തന്നെയാണ്. ഈ അപ്രതീക്ഷിത നീക്കത്തെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കാൻ 15-ന് ഇന്ത്യ മുന്നണിയും 16-ന് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കളും അടിയന്തര യോഗം ചേരുന്നുണ്ട്. ചുരുക്കത്തിൽ ബിൽ പാർലമെന്റ് കടന്നാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടക്കുന്ന ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം, ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വനിതാ സംവരണം യാഥാർത്ഥ്യമാകും. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നിലാണ് വരും ദിവസങ്ങളിൽ ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഈ വമ്പൻ നീക്കത്തിന്റെ കൂടുതൽ അലയൊലികൾക്ക് നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക്.